ഇപ്പൊ ഞാനെന്നുള്ളത് തമിഴ്നാട് കോയമ്പത്തൂരുള്ള ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ നമ്മളോടൊപ്പം ഒരു മലയാളി സ്റ്റുഡന്റ് ഉണ്ട്. ഹായ്. പേരെന്താണ്? ഹിസാന. ഏതാ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ? ഞാനിപ്പോ BSc DT. ഓക്കെ. അപ്പൊ ഡയാലിസിസ് ആണ് ചൂസ് ചെയ്തേക്കുന്ന കോഴ്സ്. ഇതിപ്പോ ഫസ്റ്റ് ഇയർ അല്ലേ? ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ. എങ്ങനെയാ ഈ കോളേജിനെ കുറിച്ച് അറിഞ്ഞത്? ഞാന് എന്റെ ഉമ്മയുടെ ഫ്രണ്ടിന്റെ ഒരു മോളുണ്ട് അവിടെ പഠിക്കണത്. അപ്പൊ ഓള് വഴിയാണ് ഇങ്ങനെ വന്നത്. അവളിപ്പോ എന്റെ ഒപ്പം തന്നെ ഞങ്ങള് ഗ്യാങ്ങായിട്ട് വന്ന 5 ആള്. നിങ്ങൾ ഇവര് 5 പേര് ഒരുമിച്ചാണ് കേട്ടോ ഈ കോളേജ് ഇതാക്കി വന്നത്. 5 പേരും ഈ DT ആണ്? അല്ല, 2 ആള് OTT. ഓക്കെ. അപ്പൊ മൊത്തത്തിൽ എങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടോ കോളേജൊക്കെ? വന്നപ്പോ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഓക്കെ. എവിടെയാ സ്ഥലം? എവിടെ? പാലക്കാട് ചാലിശ്ശേരി. 5 പേരും പാലക്കാട്? ഞങ്ങളടുത്ത് പട്ടാമ്പി. അടുത്തടുത്താണ്. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പം ഇവിടെ വന്നിട്ട് ഈ ഇത്രയും നാളത്തെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ വന്ന് കയറുമ്പോഴത്തേക്കും ഒന്നത്തെ കാര്യം നമ്മൾ അടുത്താണെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് നമ്മള് വേറൊരു സ്റ്റേറ്റിലോട്ട് മാറുന്നതല്ലേ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു റിയാക്ഷൻ? കുഴപ്പമില്ല. ഞങ്ങള് ട്രെയിനിലൊക്കെ വരാറ്. ക്ലാസ്സും ഇതൊക്കെ സൂപ്പറാണ്. പിന്നെ എപ്പോഴും ഇങ്ങനെ പ്രോഗ്രാം ഇടക്കിടക്ക് ഉണ്ടാവും. ക്ലാസ് എടുക്കണമെന്ന് കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ട്. ഹോസ്റ്റലായാലും കുഴപ്പമില്ല. ഫ്രീഡം കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ടൈമിംഗ് ഉണ്ടോ ഹോസ്റ്റലില്? ഇല്ല, അങ്ങനെയൊന്നും. പിന്നെ ഫോണിന് അങ്ങനെ ഒന്നുമില്ല, റെസ്ട്രിക്ഷൻസും ഇല്ല. പിന്നെ ഫുഡൊക്കെ ഒക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. കേരള ഫുഡ് കിട്ടും? കേരള റൈസും ഇതൊക്കെ ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് സ്റ്റഡി ടൈം എന്ന് പറയുന്ന അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടോ? മീൻസ് ഹോസ്റ്റലിൽ പോയാലും ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഫോൺ അലൗ ചെയ്യുന്നുള്ളൂ, അങ്ങനെയൊന്നുമില്ല? ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് ഒരു റൂം എങ്ങനെയാണ്? നിങ്ങൾ 5 പേരും ഒരു റൂമിലാണ്? അല്ല, ഞങ്ങള് 4 പേരാണ് റൂമില്. ഞാനും ആ ഫ്രണ്ടും പിന്നെ 2 വേറെ കുട്ടികളും ഉണ്ട്. അപ്പൊ ഒരു റൂമിൽ ഇപ്പം 4 ഷെയറിംഗ് ആണല്ലേ ഇവിടെ ഹോസ്റ്റല് കൂടുതൽ ഇതാക്കുന്നത്? പിന്നെ ചില റൂമില് 12 ആള് അങ്ങനെ ഡോമിലായിട്ട് അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ട്രാവലിംഗ് മെത്തേഡ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇപ്പൊ അടുത്ത് കടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഞങ്ങള് ആദ്യമൊക്കെ ഔട്ടിങ് ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ ഇല്ല. പിന്നെ ബോയ്സിനെ കൊണ്ടൊക്കെ ഇടയ്ക്ക് വാങ്ങിപ്പിക്കും. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ അങ്ങനെ ഹോസ്റ്റലിൽ എല്ലാ ഫുഡും ഉണ്ട്, പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഇടയ്ക്കൊക്കെ ഓർഡർ ചെയ്യും പുറത്തും. ഓക്കെ. ഇപ്പൊ ട്രാവലിംഗ് മെത്തേഡ് ഇപ്പൊ നിങ്ങൾ അങ്ങനെ പുറത്ത് പോവാറില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്റ്റലിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ഇപ്പം നമ്മളിപ്പോ ഇവിടെ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ആദ്യം നമുക്ക് ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നോ? നമ്മൾ വന്ന് കയറുമ്പോ ഇവിടെ ജോയിൻ ചെയ്ത സമയത്തൊക്കെ? ഇവിടെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. നല്ല ഫുഡ്, വീട്ടിലൊക്കെ പോലത്തെ ഫുഡ് തന്നെയായിരുന്നു. ആണല്ലേ. നിങ്ങൾക്ക് ഈ ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുമ്പോ ഇതിപ്പോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഉള്ള ഫെസ്റ്റിവൽ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഇത് കഴിഞ്ഞോ? അപ്പൊ 3 OTT DT RIT അങ്ങനെ ഓരോ 3 ഡിപ്പാർട്ട്മെന്റ് വൈസാണ് ഇവിടെ നടത്തുന്നത്. അപ്പൊ ഇന്നിപ്പോ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെയാണ് ഇവിടെ ഫെസ്റ്റിവൽ? എല്ലാ ഡിപ്പാർട്ട്മെന്റും കമ്പൈൻ ചെയ്താണ് നടത്തുന്നത്. ഓക്കെ. നമ്മുടെ ഈ കോഴ്സിൽ ഇപ്പൊ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് കൂടുതൽ ഇൻവോൾവ് ആക്കിയിരിക്കുന്നത്? ഫസ്റ്റ് ഇയർ അനാട്ടമി, ഫിസിയോളജി, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് നഴ്സിംഗ്, ന്യൂട്രീഷൻ, അങ്ങനെ 4 സബ്ജക്റ്റ് ആണ് ഫസ്റ്റ് ഇയർ വരുന്നത്. അപ്പം നിങ്ങൾക്കിപ്പോ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തോ? ഈ ഇതൊക്കെ തുടങ്ങിയോ? ഇപ്പൊ കമ്പൈൻ ക്ലാസ് ആണ്. അനാട്ടമി ഫിസിയോളജി കമ്പൈൻ ക്ലാസ് ആണ്. പിന്നെ പ്രിൻസിപ്പൾസ് ഓഫ് നഴ്സിംഗും ന്യൂട്രീഷനും സെപ്പറേറ്റ് ക്ലാസ് ഇടക്ക് ആഫ്റ്റർനൂൺ ഉണ്ടാവാറുണ്ട്. ഓക്കെ. അപ്പൊ നമുക്കിപ്പം നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും നടത്തുന്നുണ്ടോ? യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞ്, ഫിസിയോളജി അനാട്ടമിക് യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞു. ഓക്കെ. എക്സാം എപ്പോഴാ വരുന്നത്? ഇയർ വൈസ് ആണോ എക്സാം വരുന്നത്? ഇയർ വൈസ് ആണ് എക്സാം വരുന്നത്. അപ്പൊ നിങ്ങളിപ്പോ MGR യൂണിവേഴ്സിറ്റിന്റെ ഇതിലല്ലേ വരുന്നത്? അപ്പൊ എങ്ങനെയാണ് സിലബസ് ഒക്കെ? കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇപ്പൊ തുടങ്ങിയത് തന്നെ ഉള്ളൂ. ടഫായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, പഠിച്ചെടുത്ത സിമ്പിളാണ്. ഓക്കെ. അപ്പൊ ഹിസാനയുടെ ഓവറോൾ എക്സ്പീരിയൻസ് ഈ ഒരു കോളേജിൽ ഇതൊക്കെയാണ്. ഇപ്പൊ ഇവിടെ ഫെസ്റ്റിവലും ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? പാലക്കാട് നിന്നാണ് ഹിസാന വരുന്നത്. അപ്പോ നിങ്ങൾക്കും ഈ കോളേജിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇവിടെ ഉള്ള കോഴ്സിനെ കുറിച്ച് അറിയാനും ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും.